നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്കൊപ്പം മൂന്നാമതൊരു നടൻ കൂടി നിരീക്ഷണത്തിൽ. ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എക്സൈസ് സംഘം ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് നൽകി. ഇതിൽ താൻ മയക്കുമരുന്ന് അടിക്കാറുണ്ടെന്നും ഷൈൻ പോലീസിനോട് സമ്മതിച്ചും കഴിഞ്ഞു. ശ്രീനാഥ് ഭാസി എന്ത് പറയുമെന്ന് ആർക്കും അറിയില്ല. കൊച്ചിയിലെ ഹോട്ടലിൽ നിറഞ്ഞു ഓടിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ പോലീസിന് മുന്നിൽ ഹാജരായ ഷൈൻ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് മറ്റൊരു നടന് വേണ്ടിയാണെന്ന് മൊഴി നൽകിയെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് ഷൈനിനെ ചോദ്യം ചെയ്തത്. സംശയത്തിലുള്ള നടൻ ആലപ്പുഴക്കാരനല്ലെന്നാണ് റിപ്പോർട്ട്. ഷൈനിന്റെ മൊഴിയെടുത്ത ശേഷം ഈ നടനെയും എക്സൈസ് വിളിപ്പിക്കും. ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിൽ ആലപ്പുഴയിൽ അറസ്റ്റിലായവർ പെൺവാണിഭ സംഘത്തിലെയും പ്രധാനികളെന്ന് എക്സൈസിന് സൂചന ലഭിച്ചു. സ്വർണം കഞ്ചാവ് കടത്തിനൊപ്പം പെൺവാണിഭവും നടത്തിയിരുന്നുവെന്നാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരം. ഇക്കാര്യം പോലീസ് എക്സൈസ് സംഘത്തെ അറിയിക്കും. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന ഷൈനിനെയും ശ്രീനാഥ് ഭാസിയെയും പരിചയമുണ്ടെന്ന് സമ്മതിച്ചിരുന്നു. ഇരുവരുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയുമായാണ് തസ്ലീമ കൂടുതൽ ബന്ധപ്പെട്ടത്. കഞ്ചാവ് ഇടപാട് സംബന്ധിച്ച് തെളിവ് കിട്ടിയില്ലെങ്കിലും ചാറ്റുകൾ സംശയകരമായതിനാലാണ് ചോദ്യം ചെയ്തത്. ശേഖരിച്ചു വെക്കുന്നതിലേക്കാണ് ആലപ്പുഴയിലേക്ക് 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പ്രതികൾ എക്സൈസിനോട് പറഞ്ഞത്. എന്നാൽ വിൽക്കുന്നതിനാണെന്ന് എക്സൈസ് വിലയിരുത്തൽ. 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്നത്. അതിൽ 3 കിലോയാണ് ആലപ്പുഴയിൽ നിന്ന് പിടിച്ചത്. ബാക്കി 3 കിലോ എവിടെയെന്നും അറിയില്ല. തസ്ലീമയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 3 യുവതികളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ വിളിച്ചു വരുത്തി എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. തസ്ലീമയുടെ സുഹൃത്തുക്കളാണെന്നാണ് ഇവർ ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് നിലപാട് മാറ്റി. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നൽകി പ്രതികൾ തങ്ങളെ അനാശാസ്യത്തേക്ക് നയിച്ചൊന്നും ദുരുപയോഗം ചെയ്തൊന്നും മൊഴി നൽകി. ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ്. തസ്ലീമയ്ക്കെതിരെ നേരത്തെയും പീഡന കേസുണ്ടായിരുന്നു. എക്സൈസ് കസ്റ്റഡിയിലുള്ള തസ്ലീമ സുൽത്താന, ക്രിസ്റ്റീന 41, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, കെ ഫിറോസ് എന്നിവരെ ചോദ്യം ചെയ്തു വരികയാണ്. സിനിമാ നടന്മാരുമായുള്ള ബന്ധം തെളിയിക്കുന്ന മൊഴികളും ഡിജിറ്റൽ തെളിവുകളും പ്രതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, ചലച്ചിത്ര മേഖലയിലെ മറ്റു ചിലർ എന്നിവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചിട്ട് 4 മാസമായെന്നും വില ചേരാത്തതിനാൽ പല സ്ഥലങ്ങളിലായി സൂക്ഷിക്കുകയായിരുന്നെന്നും ചോദ്യം ചെയ്യൽ വ്യക്തമായിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാറ്റുകൾ, ഫോൺ വിളികളുടെ വിവരങ്ങൾ, സിനിമാ മേഖലയിലെ നിരവധി പേരുടെ ഫോൺ നമ്പറുകൾ എന്നിവ എക്സൈസിൽ ലഭിച്ചു. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കൂടാതെ ചലച്ചിത്ര മേഖലയിലെ മറ്റു ചിലരുമായും അടുത്ത ബന്ധമുണ്ടെന്ന് തസ്ലീമ മൊഴി നൽകി. ഇത് സൂചിപ്പിക്കുന്ന ഫോൺ രേഖകളും കിട്ടി. പെൺവാണിഭ റാക്കറ്റുകളുമായി ബന്ധമുള്ള ആളാണ് തസ്ലീമ എന്നതിനാൽ ലഹരി ഇടപാടിന് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ടതെന്നും ഉറപ്പിക്കേണ്ടതുണ്ട്. അതായത് നടന്മാർക്ക് മറ്റു പല സഹായവും ഇവർ ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ശ്രീനാഥ് ഭാസിയുമായുള്ളത് വാട്സ്ആപ്പ് ചാറ്റുകളും ഷൈൻ ടോം ചാക്കോയുമായുള്ളത് ഫോൺ വിളികളുമാണ്. മൊഴികളിൽ വ്യക്തത വരുത്താൻ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കണം. 2017 സ്വർണ്ണക്കടത്തിന് തസ്ലീമ തീഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ കണ്ണുകളുള്ള സ്വർണ്ണക്കടത്ത് ശൃംഖലയിൽപ്പെട്ടവരാണ് ഇരുവരും. ദുബായിൽ നിന്ന് മലേഷ്യ വഴിയാണ് സ്വർണ്ണം കടത്തുന്നത്. എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം സ്വർണ്ണക്കടത്തിന് കിട്ടിയിട്ടുണ്ടെന്നും സുൽത്താൻ അക്ബർ അലി വെളിപ്പെടുത്തി. ഇടപ്പള്ളിയിൽ ഒരു ലോഡ്ജിൽ ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ച സമയത്ത് അവിടെ പോലീസ് പരിശോധന ഉണ്ടായപ്പോൾ ഒരു സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. തുടർന്ന് വീണ്ടും ഒരു ലോഡ്ജിലേക്ക് മാറ്റി. ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടക്കം വരെ സൂക്ഷിക്കാനാണ് പിടിയിലായ ഫിറോസിനെ വരുത്തിയത്. 1 ലക്ഷം രൂപയായിരുന്നു കഞ്ചാവ് സൂക്ഷിക്കുന്നതിനുള്ള ഫിറോസിന്റെ പ്രതിഫലം. ഫിറോസിന്റെ പക്കൽ ഏൽപ്പിക്കുന്നതിന് ആലപ്പുഴയ്ക്ക് കഞ്ചാവ് കൊണ്ടുവരുമ്പോഴാണ് പിടിയിലായിട്ടുള്ളത്.